നമസ്കാരം. ഒരു 30 മീറ്റർ റോഡ് പോലും പൂർത്തിയാക്കാതെ എല്ലാം പൂർത്തിയായി എന്നുള്ള ഭാവത്തിൽ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പിലോട്ട് പോകുമ്പോൾ ചിത്രം അതല്ല എന്ന് പറയാൻ സേലിംഗംപള്ളി ആരംഭിക്കുന്നു. ഏറ്റവും ഒടുവിൽ രണ്ടുപേർ, പതിവ് പോലെ ഓമനക്കുട്ടനും ജോണിയും, രണ്ടുപേരും അവിടെയുള്ള ചിത്രവും കണക്ടിവിറ്റിയുടെ റോഡും അയച്ചു തന്നു. അത് കണ്ടിട്ട് തുടരാം. ഇതാ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇത് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. വീഡിയോ എടുക്കാനേ മനസ്സ് പറഞ്ഞില്ല. ഇത്ര ദിവസമായിട്ട് ഇത് ഇങ്ങനെയാണ്, ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. സർക്കാർ വളരെ ഹാപ്പിയാണ്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നുള്ള മട്ടിൽ 24-ാം തീയതി മുതൽ തന്നെ ഇവിടുന്ന് കർണാടക, തമിഴ്നാട് കണ്ടെയ്നർ ലോറികളൊക്കെ വന്നു പോയി എന്നുള്ള നേരത്തെ അറിയാൻ നേരറിഞ്ഞ പത്രത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ആരും മറുപടി പറയുന്നില്ല. കബളിപ്പിക്കലിന്റെ ഒന്നാം തരം കഥയാണ് റോഡ് കണക്ടിവിറ്റി. അതുപോലെ 2028 ഫൈനൽ ഫേസും പൂർത്തിയാകും എന്നുള്ള മട്ടിൽ സർക്കാരിന്റെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞു. അദാനി ഗ്രൂപ്പ് അത് ചിലപ്പോൾ പൂർത്തിയാക്കിയേക്കും, 2028 അത് പൂർത്തിയാക്കിയേക്കും. അതിനപ്പുറമുള്ള പരിപാടികളും അവർ അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറമാണ് കാര്യങ്ങൾ. 2028 അപ്പുറം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തകൾ. അതിന് നേരത്തെ സേലിംഗംപള്ളി ഈ സിംഗപ്പൂരിലെ കെയ്സൻസ് എന്ന് പറയുന്ന പുതിയ ടെക്നോളജി, അവര് ബ്രേക്ക് വാട്ടറും ബെർത്തും ഒക്കെ പൂർത്തിയാക്കിയത് കെയ്സൻസ് എന്ന് പറയുന്ന പുതിയ ടെക്നോളജി, കോൺക്രീറ്റ് സ്ട്രക്ചർ കരയിൽ വെച്ച് നിർമ്മിച്ച് കടലിൽ കൊണ്ടുവന്ന് താഴ്ത്തി ആങ്കർ ഇടുകയാണോ അതിന്റെ പുറത്ത് വെയിറ്റ് ഇടുകയാണോ ഒക്കെ ചെയ്തുകൊണ്ട് പുതിയ സ്ട്രക്ചർ, ഏകദേശം 6 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യേണ്ട കപ്പാസിറ്റിയുള്ള തുവാസ് പോർട്ട്, അതാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി എന്ന് കഴിഞ്ഞ ദിവസം സേലിംഗംപള്ളി പറഞ്ഞിരുന്നു. നമുക്ക് സിംഗപ്പൂർ മോഡലിലുള്ള കെയ്സൻസ് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ഘട്ടം നിലവിലുള്ള ബ്രേക്ക് വാട്ടർ കടലിലോട്ട് പോകുന്നതിന്റെ തുടർച്ചയായി ഉള്ളിലോട്ട് പോകുന്ന സ്ട്രക്ചർ എന്നുള്ളതാണ് ജനങ്ങളുടെ നിർദ്ദേശം. ഗവൺമെന്റ് ഇന്നുവരെ അക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അവർ വളരെ കണ്ടന്റഡ് ആണ്. ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ കഴിഞ്ഞു എന്നുള്ള ഭാവമാണ്. പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാലല്ലേ അവര് കൂടുതൽ ചിന്തിക്കേണ്ടതുള്ളൂ. ഇവിടെ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഒരു മലയാളി വനിത ശ്രീ രമ്യ നായർ, ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം, വളരെ ഗഹനമായി കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ശ്രീ രമ്യ നായർ. അപ്പോ 100% മലയാളി എന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ അതിനിടയ്ക്ക് ഒരു വാക്കുകൂടെയുണ്ട്, ശ്രീ രമ്യ ദുദുക്കുറി നായർ. ഞാൻ പറയുന്നത് ശരിയാണെന്ന് അറിഞ്ഞില്ല, ദുദുക്കുറി നായർ. അതിനകത്ത് വിവാഹം കഴിച്ച വകയിൽ അവർക്ക് കിട്ടിയ പേരാണോ എന്നറിയില്ല. എന്തായാലും സിംഗപ്പൂരിന്റെ ടെക്നോളജിക്ക് അപ്പുറമുള്ള ഒരു ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്ത് കടലിനടിയിൽ നിർമ്മാണം നടത്താൻ പോവുകയാണ്. ഏകദേശം 3D പ്രിന്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. നമ്മുടെ ഇവിടെ 3D പ്രിന്റിങ്ങിലൂടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ പ്രശാന്ത് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റർ വന്ന് കേരളത്തിൽ 3D പ്രിന്റിംഗ് കുട്ടികളെ പഠിപ്പിക്കാം, നിർമ്മാണം നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ശിവശങ്കരൻ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തെ ഓടിച്ച കഥ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതേ 3D ടെക്നോളജിയിൽ ചെന്നൈ IIT കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്, ഒരു പോസ്റ്റ് ഓഫീസും മറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ശ്രീ രമ്യ ദുദുക്കുറി നായർ, നമുക്ക് ശ്രീ രമ്യ നായർ എന്ന് പറയാം, അവർ അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ കടലിനടിത്തട്ടിയിൽ വെള്ളത്തിൽ കോൺക്രീറ്റ് നിർമ്മിക്കുവാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അതിന്റെ നിർമ്മാണം ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും. The work began when the Defense Advanced Research Projects Agency had asked teams to design concrete which would be printed underwater in just 1 year. പല ടീമുകളോടും ആവശ്യപ്പെട്ടു, അമേരിക്കയിലെ പല സർവകലാശാല ടീമുകളോടും ഗവേഷണ ടീമുകളോടും ഇങ്ങനെ കടലിന്റെ അടിയിൽ നിർമ്മാണം നടത്തുവാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഒരു മലയാളി ഉണ്ടെങ്കിൽ ആ സാങ്കേതിക വിദ്യ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും
അത് സ്വീകരിക്കാനൊക്കെ എളുപ്പമാകും. അതുകൊണ്ട് ഗവൺമെന്റ്, ഇനി വരുന്ന ഗവൺമെന്റിനായിരിക്കും ഈ ചുമതലയുള്ളത്. ഏത് ഗവൺമെന്റ് ആയാലും അക്കാര്യത്തിൽ നമ്മുടെ പോർട്ടിൽ ആ ടെക്നോളജി കൊണ്ടുവരാൻ പറ്റുമോ, അതിലൂടെ നമുക്ക് 10 കോടി കണ്ടെയ്നർ എന്നുള്ള വലിയ സ്വപ്നത്തിലോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. They focused on printing concrete underwater rather than building some parts on land and later lowering them into their place. കരയിൽ വെച്ച് എന്തെങ്കിലും നിർമ്മാണം നടത്തി കടലിലോട്ട് കൊണ്ടുവന്ന് കടലിൽ താഴ്ത്തുന്നതിന് പകരം കടലിൽ തന്നെ നിർമ്മാണം നടത്തുക. അടിത്തട്ടിൽ നിന്ന് നിർമ്മാണം നടത്തി ഉയർത്തിക്കൊണ്ടുവരുന്ന 3D പ്രിന്റിംഗ് ആണ് ഈ ടെക്നോളജി. അതിലാണ് അവര് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് സെയിലിംഗ് കമ്പനിയുടെ പ്രേക്ഷക അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പ്രകൃതിക്ക് ദോഷം വരാതെ, കുന്നിടിക്കാതെ, മലകളിടിക്കാതെ ഒരു സസ്റ്റൈനബിൾ രീതിയിൽ പോർട്ടുകൾ നിർമ്മിക്കാൻ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ? കേസൻസ് പറഞ്ഞപ്പോൾ തന്നെ അനാമികയ്ക്ക് വലിയ ആശ്വാസമായി. അപ്പോൾ അതിനേക്കാൾ ലളിതമായ രീതിയിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട്, അപ്പൊ അതിന്റെ പരീക്ഷണം അടുത്ത മാസം നടക്കുകയാണ്. നെക്സ്റ്റ് മന്ത് the teams are preparing to build an underwater arch while testing for the same in large tanks many times a week. അവർ കരയിൽ വെച്ച് കടലിൽ ടാങ്കിൽ വെള്ളം നിർമ്മിച്ച് ആ വെള്ളത്തിനടിയിൽ നിർമ്മാണം നടത്തി പരീക്ഷിക്കുന്ന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം കടലിൽ തന്നെ ചെയ്യുന്നതിന്റെ പ്രിപ്പയറിംഗ് ടു ബിൽഡ് ആൻ അണ്ടർ വാട്ടർ ആർച്ച്, കടലിൽ തന്നെ നിർമ്മിക്കുവാനുള്ളതിന്റെ പരീക്ഷണം അടുത്ത മാസം നടക്കും എന്നുള്ളിടത്ത് നമ്മൾ ശ്രീരമ്യ നായരെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുവാൻ സെയിലിംഗ് കമ്പനിയുടെ പ്രേക്ഷകർ, അവർ ചെന്നൈ IIT പഠിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലാണ് ചെന്നൈ IIT പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അമേരിക്കയിൽ ഉപരിപഠനം നടത്തിയത്. ഇപ്പോൾ കേർണൽ യൂണിവേഴ്സിറ്റിയിലാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. എവിടുത്തുകാരിയാണ്, ഏത് ജില്ലയാണ് എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ വിചാരിച്ചാൽ, പ്രേക്ഷകർ വിചാരിച്ചാൽ, ഫോട്ടോ കാണുന്നുണ്ടല്ലോ, പ്രേക്ഷകർ വിചാരിച്ചാൽ ശ്രീ രമ്യ നായരെ നമുക്ക് കണ്ടുപിടിക്കാം. അവരുടെ സാങ്കേതിക ഉപദേശം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് 10 കോടി കണ്ടെയ്നർ എന്ന സ്വപ്നത്തിലോട്ട് നമുക്ക് പതുക്കെ നടന്നെടുക്കാം. അടുത്തത് MOU സൈൻ ചെയ്യുന്നത്. ഇവിടെ MOU ലെവലേ ഉള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. നേരത്തെ MOU സൈൻ ചെയ്ത കഥകളൊക്കെ നമുക്കറിയാമല്ലോ. എന്നാലും ഇതൊരു പബ്ലിക് സെക്ടർ ആയതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് വിശ്വാസം വരുന്നുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കണ്ടെയ്നർ കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളാണ്, സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ എല്ലാം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണെന്ന് ഓർക്കണം. ഇവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അവരുടെ പ്രോജക്റ്റിന്റെ ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. യൂഷ്വലി സപ്ലൈ പോയിന്റ്സ് ഹാവ് ഓൺലി 1-2 ഓഫീസേഴ്സ്. എന്റെ സുഹൃത്ത് ശ്രീ വർഗീസ് ജോൺ ആണ് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചത്. അദ്ദേഹത്തിന് അറിയേണ്ടത് എത്ര തൊഴിലവസരം IOCയുടെ ഈ പ്രൊജക്ടിലൂടെ, എത്ര ബങ്കറിംഗ് പ്രൊജക്ടിലൂടെ എത്ര തൊഴിലവസരം കിട്ടുമെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത്. നോ എംപ്ലോയ്മെന്റ് ജനറേഷൻ സിൻസ് ഇറ്റ് വിൽ ബി ഹാൻഡിൽഡ് ബൈ എക്സിസ്റ്റിംഗ് മാൻ പവർ ഓൺലി. നിലവിലുള്ള ആളുകൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് രീതി. പുതിയതായിട്ടൊരു തൊഴിലവസരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. യൂഷ്വലി സപ്ലൈ പോയിന്റ്സ് ഹാവ് ഓൺലി 1-2 ഓഫീസേഴ്സ്. ഓൾ ആർ ഓട്ടോമേറ്റഡ്. ഇത് കംപ്ലീറ്റ് സ്വിച്ച് ഇട്ട പോലെ ഇവിടുന്ന് ഫ്യൂവല് കപ്പലിലോട്ട് പൈപ്പ് വഴി പോകും. ഫ്യൂവലിംഗ് ടു ഷിപ്പ് ഇസ് ത്രൂ പൈപ്പ് ലൈൻസ്. എവിടെയാണോ ഈ ഫ്യൂവൽ ഫാം സെറ്റ് ചെയ്യുന്ന 2 ഫ്യൂവൽ ടാങ്ക് ഉണ്ടാകുമെന്ന് പറയുന്നു, ആ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് പൈപ്പ് വഴി കപ്പലിലോട്ട് ഫ്യൂവൽ എത്തിക്കും. 2 tanks ഫുള്ളി ഓട്ടോമേറ്റഡ്. നോ മാനുവൽ ഇന്റർവെൻഷൻസ്. മനുഷ്യരുടെ ഇടപെടൽ ഒന്നും വേണ്ടി വരുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റാണ് IOC ബങ്കറിങ്ങിന് വേണ്ടി നമ്മുടെ പോർട്ടിന്റെ പരിസരത്ത് ഒരു ഫ്യൂവൽ ഫാം സ്ഥാപിക്കുന്നത്. അപ്പോ കാര്യമായ തൊഴിലവസരം ഉണ്ടാകുന്നില്ല. ജനങ്ങൾക്കെല്ലാം അറിയേണ്ടത് ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന തൊഴിലവസരങ്ങളാണ്. നേരിട്ട് ഇത്തരം പ്രൊജക്ടുകളിൽ നിന്ന് തൊഴിലവസരങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരു ആംബിയൻസ് രൂപപ്പെടുത്തുന്നതിൽ ഇത്തരം വൻകിട പ്രൊജക്ടുകൾ, വൻകിട സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നത് തീർച്ചയായും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്.